പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെ കാണുകയില്ല. അവിടെയുള്ള ആരും കാണുകയില്ല. ഈ ഉൾക്കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മയുടേതാണെന്നേ പറയും. അപ്പം ഈ ടീച്ചർ എല്ലാവർക്കും അറിയാലോ അല്ലേ, നമ്മുടെ ദീപ്തി ടീച്ചർ എന്ന് പറയും. ഈ ടീച്ചർ ഏകദേശം നമ്മുടെ ഈ ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജെന്യുവനായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. പലർക്കും അല്ലേ, എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത്. അത് നല്ല വൃത്തിയിലും, അതായത് ഒരു രീതിയിലും പറ്റിക്കാതെ, അതിൽ വേറൊരു കളങ്കം കാണിക്കാതെ നല്ല രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പോസിബിലിറ്റി ആയിട്ടൊരു കാര്യമല്ല ചില ആൾക്കാരുടെ കയ്യിൽ. പക്ഷേ ഇദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും കാര്യങ്ങളൊക്കെ. നമ്മുടെ ആ ഒരു വയനാട് ഇഷ്യൂ സംഭവിച്ച സമയത്ത് കുട്ടികൾക്ക് വേണ്ടി കളക്ട് ചെയ്ത കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം അതിലൊരു വന്നൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തെ ഈ രീതിയിൽ അറിയുന്നതും. അപ്പം ഇദ്ദേഹം ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ എന്താ പറയുക, പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ചോദ്യം ചെയ്യാൻ ഞാൻ അന്നും പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചോദ്യം ചെയ്യില്ല, അല്ലെങ്കിൽ അവരോട് എന്ത് കാണിച്ചാലും അവർ നമ്മുടെ നേരെ വരില്ല എന്നുള്ളൊരു ധൈര്യം ചില ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ആൾക്കാരോട് ഈ രീതിയിൽ പെരുമാറാൻ ആൾക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒന്നിനും വേണ്ടിയിട്ടായിരിക്കില്ല, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൻ്റെ റീസൺ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ അവരോടത് കാണിക്കാം എന്നുള്ള നമ്മുടെ ഒരു മനോഭാവമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ടീച്ചർ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ആൾക്കാരും എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് ആ വീഡിയോ കാണാം, ബാക്കി എന്നിട്ട് പറയാം. സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. പാടത്തിന്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇത് അറിയുന്നു, നമ്മൾ സ്തംഭിക്കുന്നു. പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല, എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു. ഒരു തവണ വിളിച്ച് വാൺ ചെയ്തതാണ്, പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കാൻ പോകണം, കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ്. അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ, അറിയേണ്ടവരിനി അറിയാഞ്ഞിട്ടാണോ, അവരെ അറിയിക്കാഞ്ഞിട്ടാണോ, അതോ അവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് എനിക്ക് ആദ്യം അതിന്റെ അച്ഛനും അമ്മയും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെ കാണുകയില്ല. അവിടെയുള്ള ആരും കാണുകയില്ല. ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞത് പ്രകാരം ഇത് ശരിക്കും ഒരു പോക്സോ കേസ് വരേണ്ട ഒരു കാര്യമാണ് അല്ലേ. കാരണം സാധാരണമായിട്ട് നമ്മൾ കരുതേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കേട്ട എല്ലാവർക്കും മനസ്സിലാവും ഇത് എത്രത്തോളം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രയും കൂടെ ദുരൂഹത നിറഞ്ഞൊരു കാര്യമാണെന്നുള്ളത്. കാരണം ആദിവാസി എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഇവരെ എന്ത് ചെയ്താലും ഇവർക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരില്ല എന്നുള്ളൊരു ധാരണ ഇവർക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. കാരണം ഇവരും മനുഷ്യന്മാരാണ്, ഇവർക്കും ജീവിക്കാനുള്ള അർഹത ഉണ്ട് എന്നുള്ളത്. കുറേ അവകാശങ്ങൾ ചോദിച്ച് പിന്നാലെ നടക്കണം കുറേ പേരുടെ മുന്നാലെ അല്ലേ. നിങ്ങളതിനെ കണ്ടിട്ടുണ്ടാവും. കുറേ പേര് അവകാശങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ചില ആൾക്കാരുടെ കാര്യം പറയുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു ആദിവാസി സമൂഹത്തെ പറയാറുള്ളൂ. കാരണം അത്രയും നിങ്ങൾക്കറിയാം അവർ ഏത് സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും നന്നായിട്ട് അറിയാം അല്ലേ. അപ്പം ഈ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അപ്പം ഈ വ്യക്തികൾ തന്നെയാണ്, ചില ആൾക്കാരാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ ഭയപ്പെടണം. കാരണം ഇത് എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു കാര്യമല്ല. ഇതിനെ ഭയപ്പെടണം. കാരണം ഇപ്പം ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ടീച്ചർ സംസാരിക്കുന്നത്. കാരണം ഇത് യൂട്യൂബിലൂടെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ടീച്ചർക്ക് വ്യക്തമായിട്ട് അറിയാം. പല രീതിയിലുള്ള കാര്യങ്ങളും ടീച്ചർ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം ഇത് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന പലരും, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പലരും വളരെ രീതിയിൽ നമുക്കെന്താ പറയുക, നമുക്ക് സമൂഹത്തിൽ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ വരെ ചിലപ്പോൾ ഇതിൽ വന്ന് പെടുന്നതല്ല, മനഃപൂർവ്വം ചെന്ന് ഇറങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാരണം, എന്ത് ചോദിക്കാനും പറയാനും ഇവർക്കൊന്നും ആരുമില്ല എന്നുള്ള ഒരു കാര്യം. എന്തായാലും ബാക്കി വീഡിയോ കാണാം, എന്നിട്ട് അതിലേക്ക് കിടക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി കൊച്ചിനെന്നെ പറഞ്ഞു, കൊച്ചു ഇറങ്ങി വരില്ല, എന്ത് ചെയ്താ, ആദ്യം തലവേദനയാന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ മുന്നിൽ വരത്തില്ല പറഞ്ഞു, നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആദ്യം പറഞ്ഞു എന്താണെന്നറിയാമോ, എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു കൊച്ചിന് 18 വയസ്സുണ്ട്, കല്യാണപ്രായം ആയതാ, എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ. അപ്പം ഞാൻ ചാടിക്കേറി എതിർത്തില്ല, അയ്യോ കല്യാണപ്രായം ആയില്ല,
നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ, ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുക ഒന്നും ചെയ്യില്ല. കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മൂത്രത്തിപ്പഴുപ്പ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ്, ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ. അപ്പം ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു, ആരും അടുത്തടുക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്നോട് അച്ഛനോട് സംസാരിച്ചില്ല, അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി അത് ചെയ്തു നോക്കിയോ, അതെങ്ങനെയാണെന്ന് ചെയ്തു നോക്കിയോ, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ അറിഞ്ഞു ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം, അത് കൊച്ചു മുങ്ങി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാര്യം അവർക്കറിയാം, ഇത് കേസാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേസാകുമെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ട ഉടനെ കൊച്ചിന് 18 വയസ്സായി എന്നുള്ള കാര്യം കൂടെ പറയേണ്ട കാര്യമില്ല. എനിക്കിത് എവിടെ ആരെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് ചാടിക്കയറി ഇപ്പം ഏതെങ്കിലും ഒരു അതോറിറ്റിയെ അറിയിക്കാൻ പറ്റത്തില്ല ഇന്ന പോലെ ഉണ്ട്. കാരണം എൻ്റെ യാതൊരു തെളിവുമായി റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ്, പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പം. മാത്രമല്ല കുറച്ച് നാളായിട്ട് അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട്, കാട് കളയലോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്ന, ഇപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ല. എനിക്കതിന് പറ്റിയ ആൾക്കാരോടെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ചാടിക്കയറി പോയിട്ടൊരു പരാതിയായിട്ടോ വല്ലതും കൊടുത്താൽ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉത്തരവില്ല. ഞാൻ അവരുടെ ആരാ, ഞാൻ എന്തിനാ, എൻ്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത്. അപ്പം ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കാരണം നമ്മൾ ഒരു അലിഗേഷൻ, അതായത് അലിഗേഷൻ അല്ല, ടീച്ചർക്ക് അത് കൺഫർമേഷനാണ്. പക്ഷേ ടീച്ചർ പറയുന്ന സമയത്ത് ടീച്ചറുടെ കയ്യിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ഷം ടീച്ചർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ചോദ്യചിഹ്നമായിട്ട് ഈ ഒരു വ്യക്തിയുടെ നേരെ പോകും. കാരണം അവരുടെ പേരൻസിന് ഇതില്ല, ഒരു കൺസേൺ ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ്? പേരൻസിന് കൺസേൺ ഇല്ലാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഭയന്നിട്ടാണ്. കാരണം അവർക്കറിയാം അവരുടെ പരിമിതികൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, ഒരു ആദിവാസി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലോട്ട് ഇറങ്ങി വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം കുറവായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് പരിമിതികൾ ഉണ്ടെന്ന് അവരുടെ ഒരു ധാരണ ഉണ്ട്. കാരണം അവർക്ക് പരിമിതികളുണ്ട്, ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമൂഹം അങ്ങനെ ഒതുക്കി വെച്ച കുറേ ആൾക്കാരിൽ പെട്ട ഒരാൾക്കാരാണ് നമ്മുടെ ഈ ഒരു ആദിവാസി സമൂഹം എന്ന് പറയുന്നത്. കാരണം ഒരു രീതിയിലും നമ്മളെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല എന്ന് ചില ആൾക്കാർ വിധി എഴുതി പോലെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹമാണ് ആദിവാസി കുടുംബം. നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ രീതിയിലുള്ള ചൂഷണമായിട്ട് അവരുടെ നേരെ വരുന്നത്. കാരണം ചോദിക്കാനും പറയാനും അവർക്ക് ആരില്ല, എന്തും ചെയ്യാം, ഇത് തന്നെ ധാരണ. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ, കാരണം അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ കയറി വരുന്ന രീതികൾ എന്ന് പറയുന്നത് ഒന്നാമത് കാടാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, അവിടെ എന്ത് ചെയ്താലും ഗവൺമെൻറ് അറിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ അനുവാദം കൂടാതെ അവിടെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം ഗവൺമെൻറ് അയച്ച കുറേ ആൾക്കാർ അവിടെ ഇപ്പം ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ വരുമ്പോൾ ഇതിന് കാരണക്കാരും ആവാം എന്ന് പറയുന്ന സമയത്ത് സമൂഹം ഒന്ന് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കണം അല്ലേ? കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ വേറെ ആരും അവിടെ വരാനില്ല, നിങ്ങൾ ചിന്തിക്കണം. ഇനി വന്നാലും, ഞാൻ പറഞ്ഞില്ലേ, വന്നാലും ഇതുപോലുള്ള അതിക്രമങ്ങൾ ഇവർക്ക് നേരെ എന്തായാലും ഉണ്ടാവും. അപ്പം ഈ ഒരു പേരൻസിൻ്റെ കൺസേൺ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കിതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇവരത് പേടിക്കണം, ഇവരത് കാരണം കേസാവും എന്നുള്ള ഭയം അവർക്കുണ്ട്. കേസായി കഴിഞ്ഞാൽ ഈ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കേസിന് വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ആദ്യം ഉണ്ടാവും, സത്യമാണ്, മുന്നിൽ തന്നെ ഉണ്ടാവും കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ചിലപ്പം ഈ ഒരു പേരൻസ് മാത്രമായി ഈ കേസിന് മുന്നോട്ട് പോകേണ്ടി വരിക അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? നമ്മുടെ ഈ ജയ്ഭീം എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പടം നിങ്ങൾ കണ്ടതാണ് അല്ല? അതിൽ അനുഭവിക്കുന്ന ഇതുപോലൊരു ലോയർ എന്ന് പറഞ്ഞ വ്യക്തി കൂടെ ഉള്ളത് കൊണ്ടും അദ്ദേഹം മനോധൈര്യം കൊടുത്ത് കൂടെ നിർത്തിയത് കൊണ്ടും മാത്രമാണ് ഇതുപോലുള്ള ചില കാര്യങ്ങൾ സിനിമയിൽ സാധ്യമാണ്. പക്ഷേ ജീവിതത്തിൽ അത് ഒരിക്കലും സാധ്യമല്ല എന്നത് 100% ഉറപ്പാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ കളിക്കും, ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുന്നോട്ട് വരുന്ന സമയത്ത് അവസാനം ഈ ഒരു ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇവർക്ക് നേരെ ഏതൊക്കെ രീതിയിലുള്ള അതിക്രമങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ടീച്ചർ പോയിന്ന് വെക്കുക, ടീച്ചർ പോകുന്ന സമയത്ത് ടീച്ചർക്ക് നേരെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് ആർക്ക് നേരെ, ഞാൻ പറഞ്ഞില്ലേ, പല തെളിവുകൾ ഉണ്ടായിട്ട് പോലും നല്ല കൂളായിട്ട് നടക്കുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? തെളിവുകൾ ഉണ്ടായിട്ട് പോലും അത് എന്താ പറയുക, പുറത്ത് കൊണ്ടുവരാൻ പറ്റാതെ പിടിപാടും അതും ഇതും ഉപയോഗിച്ച് പുറത്ത് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം അത് നമ്മുടെ എന്താ പറയുക ചില നിയമങ്ങളുടെ പാളിച്ചകളാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പവറുണ്ടോ, പണമുണ്ടോ, അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അതിക്രമങ്ങൾ ഇവർക്ക് നേരെ ഇനിയും തുടരുമെന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മലയാളികൾ ഒരേപോലെ
സംസാരിക്കുന്നുണ്ട്, ഒരേപോലെ ചിന്തിക്കുന്നുണ്ട്. അതിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു രീതിയിൽ ഇവർ അനുഭവിക്കുന്ന സമയത്ത് ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടാകും, ഞങ്ങളുടെ കണ്ണീർ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. നല്ല ഭയം കൊണ്ട് മാത്രം ഇവർ പേടിച്ച് പിന്മാറുന്ന സമയത്ത് ഇതുപോലുള്ള ആൾക്കാർ മുന്നോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ മാറാൻ മതിയാവും, ചേഞ്ച് ആവും. കാരണം ഇത് കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുന്ന സമയത്തും ആരും ഇതിനെതിരെ സംസാരിച്ച് കാണുന്നത് കുറവാണ്. സംസാരിച്ച് വന്നാലും ഇതിനൊക്കെ ഒരു ആയുസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് തീർന്നിരിക്കും, 100% ഉറപ്പാണ്. പിന്നീട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു കാര്യം മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ദീപ്തി ടീച്ചർക്ക് നല്ല തെളിവുകളും കാര്യങ്ങളും കിട്ടട്ടെ എന്ന് പറയുന്നു. ഇത് പുറത്ത് കൊണ്ടുവരണം, എന്താണെങ്കിലും ഇത് പുറത്ത് കൊണ്ടുവരണം. കാരണം ഇതുപോലുള്ള ഒരുപാട് പോക്സോ കേസുകൾ ചിലപ്പം മിന്നി മറയുന്നുണ്ടാവും ഈ ഒരു സമൂഹത്തിനിടയിൽ, അതായത് ആദിവാസി സമൂഹത്തിനിടയിൽ. അപ്പം ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയുക ജീവിതശൈലി തന്നെ മാറിയേക്കാം. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ ഇതുപോലുള്ള കുറേ ക്രിമികളുണ്ടാവും. എന്തായാലും 100% ഉറപ്പാണ്. എന്തായാലും മുന്നോട്ട് പോട്ടെ. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.